3 കോടി രൂപ തത്വത്തെ ഇത് ചെയ്ത് നശിപ്പിക്കുകയാണ് കൊല്ലം പട്ടണത്തിലെ ജനങ്ങളോട് ചെയ്തത്. കൊല്ലം മുകേഷ് MLAയുടെ ഒരു പദ്ധതിയാണ് പുനർജനി പാർക്ക് എന്നും പറഞ്ഞിട്ട് കുമാരനാശാൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയവുമായിട്ട് 3 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കിയാണ്. പക്ഷേ അതിപ്പോൾ ശൂന്യതയിലേക്കായിരിക്കാണ് ആ 3 കോടി രൂപ. 60 കോടി കേന്ദ്രം തരുന്നു, അത് വായ്പയായിട്ടാണ് തരുന്നത്. അത് കേരള ഗവൺമെൻറ് തിരിച്ചടയ്ക്കണം. അപ്പം തീർച്ചയായിട്ടും അത് കേരള ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അല്ല 60 കോടി രൂപ കേന്ദ്രം ഇപ്പോൾ തന്നപ്പോഴാണ് 3 കോടിക്ക് നമ്മൾ ഇതേണക്ക് ഉദ്ഘാടനം ചെയ്ത് അത് പരിസമാപ്തിയായി ആശാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തില്ല. ഉദ്ഘാടനത്തിന് അവസാനം വന്നപ്പോഴത്തേക്ക് ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തു. പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമല്ല, പൈസ തരുന്നു, നമ്മൾ തിരിച്ചടയ്ക്കണം. അത് അല്ല, അത് തിരിച്ചടയ്ക്കണമല്ലേ? നമ്മളൊരു പദ്ധതി തുടങ്ങി 3 കോടി രൂപയ്ക്ക്. ഇത് അത്രേ ഉള്ളൂ. 3 കോടി രൂപ ചിലവാക്കി കുമാരനാശൻ്റെ പേരിൽ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ആയിരുന്നു ഒരു 2 വർഷക്കാലം മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം നടന്നില്ല, പണി പൂർത്തിയാക്കി. അപ്പോഴത്തേനാണ് നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ വർക്ക് വരികയും ആ പാർക്കിനകത്ത് കൊണ്ടുവന്ന് മുഴുവൻ സാധനങ്ങൾ അടിച്ച് വേസ്റ്റായി മൊത്തം ഈ പാർക്ക് ഉപയോഗശൂന്യമായി പോവുകയും ചെയ്തത്. 3 കോടി രൂപ തത്വത്തെ ഇത് ചെയ്ത് നശിപ്പിക്കുകയാണ് കൊല്ലം പട്ടണത്തിലെ ജനങ്ങളോട് ചെയ്തത്. ഇപ്പോൾ ആ പുനർജനി പാർക്കിലാണ് ഇപ്പോൾ വീണ്ടും കോടിക്കണക്കിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് ഊരാളുകളെ കൊണ്ട് ഏതാണ്ട് 60 കോടി രൂപയോളം ചിലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചിലവാക്കിയ 3 കോടി രൂപ വെറുതെ വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ ടൂറിസം മേഖലയിൽ ജില്ലയിൽ കൊടുത്ത കേന്ദ്ര ജൈവ വൈവിധ്യ മേഖലയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ 60 കോടി രൂപ ചിലവാക്കിയത്. നമ്മൾ MLAയോട് ചോദിക്കുമ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് 60 കോടി രൂപ തിരിച്ചടയ്ക്കാനുള്ളതാണ്. ആ തിരിച്ചടയ്ക്കാനുള്ളതായതുകൊണ്ടാണ് വീണ്ടും ഈ 3 കോടി രൂപയുടെ മേളിൽ പണി പൂർത്തീകരിച്ചതിൻ്റെ മേളിൽ വീണ്ടും 60 കോടി രൂപ കൊണ്ട് ചിലവാക്കിയത്. ആർക്കും ഇതിന് ചോദിക്കാനും പറയാനുമില്ല. നിങ്ങളിപ്പോൾ കോർപ്പറേഷൻ്റെ കൗൺസിൽ കൂടിയാണല്ലോ. അപ്പോൾ ഇത് ജനങ്ങൾ അറിയത്തില്ല ഇത്തരം കാര്യങ്ങളൊന്നും. കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി നമ്മൾ ഒരുപാട് പ്രതിഷേധമുയർത്തിയാണ് ഈ കുമാരനാശാൻ്റെ പേരിലുള്ള ഈ പാർക്ക് നശിക്കുന്നതിനെതിരായിട്ട് നടന്നത്. പിന്നെ നമ്മളൊന്നും അറിയാതെയാണ് ഇലക്ഷൻ കാലഘട്ടത്തിലാണ് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് അത് മെയിൻ്റെനൻസ് നടക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തടസ്സം നിൽക്കുന്ന ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെതിരെ ഈ വർക്കിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താറുള്ളത്. മുകേഷിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഏതാണ്ട് 3 കോടി രൂപ ചെലവിൽ കുമാരനാശാൻ സ്മാരക പാർക്ക് എന്ന നിലയിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും അതേപോലെ തന്നെ ഈ ഇവിടുത്തെ ഒരു 3 കോടി രൂപ ചെലവിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനോടൊപ്പം തന്നെ പാർക്കുമായിട്ടാണ് ഇവിടെ പണി പൂർത്തീകരിച്ചതാണ്. 3 കോടി രൂപ ചെലവാക്കി പണി പൂർത്തീകരണത്തിലെത്തി അത് ഉദ്ഘാടനം എത്തുമ്പോഴാണ് അത് ഉദ്ഘാടനം ചെയ്യാതെ കേന്ദ്ര സർക്കാർ കൊടുത്ത ഓരോ ജില്ലയിലും ജൈവ വൈവിധ്യ മേഖലയിൽ ടൂറിസത്തിന് വേണ്ടി 60 കോടി രൂപ കൊടുത്തപ്പോൾ ആ 3 കോടി രൂപ മാഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് ഈ 60 കോടി രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. ഊരാളുകളെ കൊണ്ട് ഇത്തരം പണികൾ പുരോഗമിക്കുമ്പോൾ സാധാരണക്കാരായിരിക്കും ജനങ്ങൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ മുകേഷ് MLA അടുത്ത് സമീപിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തിരിച്ചടയ്ക്കാനുള്ള കാശാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, ഇതും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ പണി പൂർത്തിയായി. പക്ഷേ ഒരു പദ്ധതി തുടങ്ങിയാൽ ആ പദ്ധതി പൂർത്തീകരിച്ച് ആ 3 കോടി രൂപ അത് കാണിക്കേണ്ടത് എവിടെ കാണിക്കും, ഏത് രീതിയിൽ ഇത് ചെലവാക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കണക്കാണ് ഒപ്പിക്കുന്നത്? ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കിയ പോലെ ഒരു കണക്കായിരിക്കുമോ ഇതിൽ നിന്നും വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും മുകേഷ് MLA വ്യക്തവും അതിൻ്റെ രീതിയിൽ തന്നെ ഒരു കണക്ക് തന്നെ അവതരിപ്പിക്കണം ജനങ്ങളുടെ മുമ്പിൽ. ഇത് സർക്കാരിൻ്റെ പൈസയാണ്. കേന്ദ്ര സർക്കാർ എന്നാലും സംസ്ഥാന സർക്കാരായാലും ജനങ്ങളോട് അത് കണക്ക് പറയേണ്ടതാണ്. ഇത്തരത്തിൽ ഒരു പദ്ധതി രൂപീകരിക്കുക, അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പദ്ധതി വേറൊരു പദ്ധതിയായിട്ട് മാറ്റി അതിൻ്റെ മേളിൽ പൈസ കൊണ്ടിട്ട് ചിലവാക്കിക്കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പാർക്കും ഇത്തരം സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് നല്ലതാണ്. പൊതുജനങ്ങൾക്ക് ഒരുപാട് നമ്മുടെ മഹാത്മാഗാന്ധി പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്തരം പുതിയ സംരംഭങ്ങളും പുതിയ പദ്ധതികളും നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ്. അതിനു വേണ്ടുന്ന പ്രവർത്തനം നടത്തട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മറ്റൊരു പദ്ധതി അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വെച്ച് ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം പൈസകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കൊല്ലത്തുനിന്ന് കാണാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.